വൈഡ് ഒന്ന് കുറച്ച് വൈഡ്. കുറച്ച് നഗരസഭയുടെ ബഹുമാന്യായിട്ടുള്ള ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ, നഗരസഭാ വൈസ് ചെയർമാനും പാർട്ടിയുടെ ബഹുമാന്യായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, നഗരസഭാ മുൻ ചെയർപേഴ്സൺ ശ്രീമതി പ്രിയ ജയൻ, BJPയുടെ ദേശീയ കൗൺസിൽ അംഗവും പാർട്ടിയുടെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവായിട്ടുള്ള ശ്രീ ശിവരാജേട്ടൻ, ശ്രീ വി നടേശൻ, ശ്രീ സാബു, ശ്രീദേശ് ഉൾപ്പെടെയുള്ള ശ്രീ വിശ്വനാഥൻ, ശ്രീമതി മീനാക്ഷി, ബേബി ചേച്ചി ഉൾപ്പെടെയുള്ള മുഴുവൻ നഗരസഭാ കൗൺസിലർമാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭാ പരിധിയിലും 3 പഞ്ചായത്തിലുമെല്ലാം ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എല്ലാ പ്രദേശങ്ങളിലും യാത്ര ചെയ്തു. നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, നമ്മൾ ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലാണ് ഈ 3 പഞ്ചായത്തുകളും നഗരസഭയും താരതമ്യം ചെയ്യുന്ന സമയത്ത് കുടിവെള്ള പ്രശ്നമില്ലാത്ത ഏക പ്രദേശം എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഇന്ന് രാവിലെ പ്രായരി പഞ്ചായത്തില് വിൻസെന്റ് നഗറിൽ ഞാൻ പോയി. കോൺഗ്രസ് 40 വർഷമായിട്ട് ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഇടതുപക്ഷം. ആ വിൻസെന്റ് കോളനിയിലേക്ക് 40 വർഷമായിട്ടും റോഡില്ല, കുടിവെള്ളമില്ല. ഇതാ വിൻസെന്റ് കോളനിയിൽ മാത്രമല്ല, കണ്ണാടി പഞ്ചായത്തിലെ, മാത്തൂർ പഞ്ചായത്തിലെ, ഏത് പഞ്ചായത്തുകളിൽ പോയാലും കേന്ദ്ര ഗവൺമെന്റ് ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കോടിക്കണക്കിന് രൂപ നൽകിയിട്ടും 5 വർഷം കഴിഞ്ഞിട്ടും ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകളാണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത്. രായിൽ ഭരിക്കുന്നത് UDF, മാത്തൂർ ഭരിക്കുന്നത് UDF, കണ്ണാടി ഭരിക്കുന്നത് CPM. ഇവിടുത്തെ MLA കഴിഞ്ഞ 13 വർഷമായിട്ട് പാലക്കാടിന്റെ വികസന നായകനാണെന്ന് സ്വയം വേദിചമഞ്ഞ് നടക്കുന്ന ശ്രീ ഷാഫി പറമ്പിൽ. ആ വിൻസെന്റ് കോളനിയിലെ ജനങ്ങൾ പറയാണ്, തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിച്ചിട്ട് പോലും കഴിഞ്ഞ 13 വർഷമായിട്ട് ഞങ്ങളുടെ MLA ഇവിടെ എത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി അവിടെ വരുന്നത്. പഞ്ചായത്ത് മെമ്പർ തിരിഞ്ഞു നോക്കാറില്ല. ഇതാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വികസനം. ഈ പാലക്കാട് നഗരസഭയുടെ പരിധിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാലോ. പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ 30 വർഷം കോൺഗ്രസ് ഭരിച്ച ഈ നഗരസഭയിൽ വികസനം എന്താണെന്ന് കാണാൻ തുടങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണം വന്നതിന് ശേഷമാണ്. നമുക്ക് നഷ്ടമുണ്ടാക്കി തന്നിട്ടുള്ളത് പാലക്കാട് നഗരസഭയ്ക്കും നഗരത്തിലെ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കി തന്നിട്ടുള്ളത് പാലക്കാട് MLA ആണ്. കോടിക്കണക്കിന് രൂപയുടെ ദൂർത്തടിച്ച് സർക്കാർ ഖജനാവിലത്തെ പണം തോന്നിയ പോലെ ചെലവഴിച്ചുകൊണ്ട് നോക്കുകുത്തികളായിട്ടുള്ള നിരവധി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടത് ശ്രീ ഷാഫി പറമ്പിലാണ്. നമ്മുടെ നഗരസഭാ ടൗൺ ഹാള്, ശിവരാജേട്ടൻ ഞാനും ഒക്കെ ഇവിടുത്തെ കൗൺസിലർമാരാണ്. നഗരസഭാ ബഡ്ജറ്റില് ഒരു വർഷം നഗരസഭയുടെ വരുമാനമായിട്ട് ടൗൺ ഹാളിന്റെ വാടക ഇനത്തിൽ നമ്മൾ കാണിക്കാറുള്ളത് 25-30 ലക്ഷം രൂപയാണ്. 10 വർഷം കൊണ്ട് ഇപ്പൊ നഗരസഭയ്ക്ക് വരുത്തിവെച്ച ഷാഫി പറമ്പിൽ വരുത്തിവെച്ച നഷ്ടം എത്രയാണെന്നറിയോ? 3.5-4 കോടി രൂപ. 10 വർഷമായിട്ട് ഈ ടൗൺ ഹാൾ പൊളിച്ചിട്ടിട്ട് ഇപ്പൊ പറയുന്നത് നഗരസഭയിലെ ഉത്തരവാദിയാണ്. 2014 ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഇതിന്റെ പ്ലാനാവാതെ, ഇതിന്റെ ഫണ്ട് പാസ്സാവാതെ പൊളിച്ചിട്ടിട്ട് ഉദ്ഘാടനം നടത്തിച്ചതാരാ? ഷാഫി പറമ്പിൽ. 15 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേട്ടമായി കാണിക്കാൻ വേണ്ടി അന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായം ഇന്ന് പാലക്കാട് നഗരത്തിലെ ജനങ്ങളെയും നഗരസഭയും ദുരിതത്തിലാഴ്ത്തിയിരിക്കുക. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ മൈത്രി നഗറിലെ ആളുകൾ, DP ഓഫീസിനെ അവിടുത്തെ മൈത്രി നഗറിലെ ആളുകൾ വിളിച്ചിട്ട്
അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ വിളിച്ച് അങ്ങോട്ട് പോയി. അവിടെ എന്താ സ്ഥിതി? KSRTC ബസ് സ്റ്റാൻഡില് 21 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം നടത്തി. അവിടുത്തെ കക്കൂസ് മാലിന്യം 21 പൊതു ടോയ്ലറ്റുകളിലെ കക്കൂസ് മാലിന്യം ഒഴിച്ചുവിടുന്നത് അവിടുത്തെ മൈത്രി നഗറിലെ ഓടകളിലേക്കാണ്. ആ പരിസരത്തെ വീടുകളിലെ ആളുകൾക്ക് ഇന്ന് ആ വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ആ KSRTC ബസ് സ്റ്റാൻഡിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഫയർ NOC ഇല്ല, കംപ്ലീറ്റ് ഇല്ല, പാർക്കിംഗ് സൗകര്യമില്ല. ഒരു MLA ചെയ്തു കൂട്ടുന്ന കോപായങ്ങള്, വികസനത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന അഴിമതി, ഇത് പാലക്കാടിലെ ജനങ്ങൾക്ക് ശാപമായിട്ട് മാറിയിരിക്കുക. മോർണിംഗ് ഗേൾസ് സ്കൂൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നായിട്ടുള്ള ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ ഡിജിറ്റലൈസേഷന്റെ പേരിൽ തകർത്ത് പെരുപ്പണമാക്കിയിരിക്കുകയാണ് പാലക്കാട് MLA ഷാഫി പറമ്പിൽ. ഈ വികസനമാണോ പാലക്കാടിന് വേണ്ടത്? അതോ പാലക്കാടിലെ നഗരത്തില് 1.25 ലക്ഷത്തിലധികം വരുന്ന പാലക്കാട് നഗരത്തിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിച്ച 2200-ലധികം ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഭവന നിർമ്മാണ ആനുകൂല്യം വാങ്ങിക്കൊടുത്ത പാലക്കാട് നഗരത്തിലെ 1000-ലധികം വരുന്ന തെരുവോര കച്ചവടക്കാര്, വഴിയോര കച്ചവടക്കാർക്ക് PM സ്വാനിധി പദ്ധതി പ്രകാരം ധനസഹായം കൊടുത്ത പാലക്കാട് നഗരത്തിൽ 23 റെസിഡൻഷ്യൽ കോളനികളില് പാർക്കുകൾ നിർമ്മിച്ച പാലക്കാട് നഗരത്തിലെ മഴവെള്ളക്കെടുതി വെള്ളപ്പൊക്കത്തിന് പരിഹാരമായിട്ട് നഗരത്തിലെ തോടുകൾ കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ട് വീതി കൂട്ടി നിർമ്മിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണമാണോ അതോ 3 പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് കുടിവെള്ളം പോലും നൽകാത്ത UDFന്റെയും LDFന്റെയും നേതൃത്വത്തിലുള്ള ഭരണമാണോ പാലക്കാടിലെ ജനങ്ങൾക്ക് വേണ്ടതെന്ന് തീരുമാനിക്കപ്പെടാൻ പോവുകയാണ്. എന്നും പാലക്കാടിന് വികസനം നൽകിയിട്ടുള്ളത് മോദി സർക്കാരാണ്, NDA സർക്കാരുകളാണ്. ശ്രീ രാജേട്ടൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് പാലക്കാട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ട് നമുക്ക് 2 മേൽപ്പാലങ്ങൾ നൽകി. പാലക്കാട് നഗരസഭയ്ക്ക് ആദ്യമായിട്ട് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നത് NDA ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണ്. രാജേട്ടൻ പാലക്കാട് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിനായിട്ട് 2 കോടി രൂപയാണ് അതിന്റെ നവീകരണത്തിന് നൽകിയത്. അങ്ങനെ പാലക്കാടിനെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ളത് NDA ഗവൺമെന്റുകളാണ് കേന്ദ്രത്തിന്. നമുക്ക് കേന്ദ്രത്തിൽ മോദി സർക്കാരിന്റെ പാലക്കാടിന്റെ വികസന ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. മോദിജിയുടെ ഒരു പ്രതിനിധി കേരളത്തിന്റെ നിയമസഭയിൽ വന്നാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, പാലക്കാട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മെട്രോമാന്റെ സഹായത്താൽ നമുക്ക് സാധിക്കും. അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് തവണ നമ്മൾ പാലക്കാട്ടുകാരോട് ഒരു വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. ഇടതുപക്ഷത്തിന്റെ ആളുകള് വലിയ വീരവാദം മുഴക്കി നടക്കുന്ന ആളുകളാണ്. അവർ പറയുന്നത് നഗരസഭയിൽ വികസനം നടക്കുന്നില്ല. 2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കാം. നമ്മുടെ വിക്ടോറിയ കോളേജിന്റെ അടുത്ത് ചിന്മയ മിഷൻ പഴയ PMG സ്കൂൾ ഗ്രൗണ്ടില് ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് 14 വർഷമായി. CPM നിയന്ത്രണത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയം സ്പോർട്സ് കൗൺസിൽ കമ്മിറ്റിയാണ് അതിന്റെ നിർമ്മാണം. അതിന് CPMന്റെ പ്രമുഖനായിട്ടുള്ള CPM സഹചാരിയായിട്ടുള്ള ശ്രീ TR അജയനാണ് അതിന്റെ നേതൃത്വം നൽകുന്നത്. ലക്ഷക്കണക്കിന് റുപ്യയാണ് ഓരോ നഗരസഭയും പഞ്ചായത്തുകളും അതിന് നൽകിയിട്ടുള്ളത്. 14 കോടി രൂപയോളം അതിനായിട്ട് ചെലവഴിച്ചു. അത് പാതി വഴിയിലാണ്. നമ്മുടെ പാലക്കാട്ടുകാരനായിട്ടുള്ള മന്ത്രി ഉണ്ടല്ലോ, മുൻ മന്ത്രി ശ്രീ AK ബാലൻ, അദ്ദേഹത്തിന്റെ അഭിമാന പ്രൊജക്റ്റായിരുന്നു സാംസ്കാരിക നിലയം. മെഡിക്കൽ കോളേജിനടുത്ത് 40 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. ഇതുവരെ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അതിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ച ആ സാംസ്കാരിക നിലയം തുറന്നു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഇതാണ് CPMന്റെയും കോൺഗ്രസിന്റെയും വികസനം. ഇതിന് മറുപടി കൊടുക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് മാറണം. ഈ തെരഞ്ഞെടുപ്പിൽ താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വോട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.